സഹോദരൻ തമ്പി, പൗരസമിതിക്ക് പോറ വഴി ഏത്? எந்த பௌரசமிதி? കേരള പൗരസമിതി. ஓ, கேரளா பௌரசமிதியா? ஃபர்ஸ்ட் ரைட்ல போங்க, அப்புறம் செகண்ட் லெஃப்ட், மாரியம்மன் கோயில் பக்கத்துல. வணக்கம். சரி. അച്ചോ ഇത് തന്നെ മുണ്ടൂരി എന്ന് മാറ്റതാണേ, ഞാൻ താ അടിച്ചത്. കമ്പി അടിച്ചതാ சொன்னது. കമ്പി കൊണ്ട് എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് കോംപ്രമൈസ് ഇല്ല. അവൻ ടെലിഗ്രാം അടിച്ചു എന്നാ പറഞ്ഞത്. സാരമില്ല അണ്ണാച്ചി, ഒരു അബദ്ധം പറ്റിയതാണ്. പൗരസമിതി സെക്രട്ടറി അഴകപ്പൻ അഴകേശൻ താനേ. അവരുള്ള ഇരുക്കാറ് വാങ്ങോ. അന്വേഷിപ്പിൻ, കണ്ടെത്തുമെന്നല്ലേ. ஐயா, முண்டூரிந்து மாஷ் வந்திருக்கு. தெரியும்டா. வாங்க சார். வணக்கம் சார். வணக்கம். உட்காருங்க. வாங்க. உட்காருங்க சார். வாங்க. வாங்க. உட்காருங்க சார். உட்கார். ஆமா, நீங்க ഉണ്ണിയുടെ ഞാൻ ഉണ്ണിയുടെ അച്ഛനാണ്. നമസ്കാരം. നമസ്കാരം. നീങ്ക? ഞാൻ അച്ഛനാണ്. അല്ല, ഒരാൾക്ക് രണ്ടച്ഛനോ? ഞാൻ പള്ളിയിലെ അച്ഛൻ, ഇത് പുള്ളിയുടെ അച്ഛൻ. എന്റെ മോൻ എവിടെയുണ്ടെന്ന് പറ. കഴിഞ്ഞ 6 മാസമായി കക്ഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. പരസ്യത്തിൽ പച്ച കുത്തിയിട്ടുണ്ടെന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് സാറിന്റെ മോനാണെന്ന്. ചോദിച്ചപ്പോ കറക്റ്റ്. എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട്? ആള് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ചില കണക്കും കാര്യങ്ങളും ഒക്കെ. എന്താ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന്. നിങ്ങൾ ആളെ കാണിക്കേ. എനിക്കത് കേട്ടാ മതി. വന്നാട്ടെ. கொஞ்சம் தள்ளுங்க சார். എന്തൊക്കെ? கொஞ்சம் தள்ளுங்க சார். അവൻ തള്ളാൻ പറഞ്ഞ ഞാൻ തള്ളി. അണ്ണാച്ചി ക്ഷമിക്കൂ, നിങ്ങളുടെ ഭാഷയിലെ പല വാക്കുകളും അവന് തെറിയാണ്. അത് കേട്ടാൽ അവൻ അടിച്ചു പോകും. ഞാൻ എന്നെ പണ്ണ കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. നിങ്ങളെ കാണുമ്പോ വലിയ സന്തോഷമായിരുന്നു. എവിടെ ആളെവിടെ? ഇതിനകത്തുണ്ടാണ്. ഉണ്ണി, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടെന്തിയെ? ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ പിള്ളേ. ഇവിടെ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ പേടിക്കേണ്ടതേ. നിങ്ങൾക്ക് അത് മുണ്ടിലാക്കിയാൽ ഞാൻ തൽക്കാലം തൂക്കട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. അവൻ ഇപ്പൊ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ സ്റ്റാമ്പ് കളക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികളുണ്ടല്ലോ. അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബിയുണ്ട്. മുണ്ട് കണ്ടാ പറിച്ചോണ്ട് പോകും. ഈശ്വര, ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല. അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകളാ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം, ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. 5-6 മാസമായിട്ട് ഞങ്ങക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കുറെ ചില്ലറയും ചെലവായി. സാരമില്ല, മാഷ് തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ. ഒന്നുമില്ല, ചെറിയൊരു ലൂസ് കോണ്ടാക്ട്. ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും. മോനെ, ഇതാണ് അച്ഛൻ. അത് പള്ളിയിലച്ഛൻ. ഇത് നിന്റെ അച്ഛൻ. അയ്യോ അച്ഛാ, ദേ കണ്ടോ പച്ച കുത്തിയത്? ഈ അച്ഛൻ അച്ഛന്റെ അച്ഛനാണ് അച്ഛാ. മോനെ, അച്ഛന്റെ സിഗരറ്റ് എടുക്കണ്ട, ഒരു വീഡിയോ എത്തിക്കാൻ. കത്തിയുണ്ട്, കത്തി. കത്തിക്കണ്ട, കത്തിക്കും ഞാൻ. അച്ഛാ, ദൈവമേ, മാഷ് അവർക്ക് എത്തിയോ? നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കഴിഞ്ഞു. മാഷ അനുഗ്രഹിക്കണം. ഉണ്ണി എന്തിയെ? മോനെ, ഇതാരാണെന്ന് നോക്ക്. ഉണ്ണി, നീ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻകുട്ടി ആളാകെ മാറി. കയ്യത്തെ തമാശ, ഇവന്റെ പഴയ തമാശ നമുക്ക് കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ? കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, ഞങ്ങൾ പുറകെ എത്താം. അത് പറ്റൂല.
ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം വാ. അല്ല കൃഷ്ണൻകുട്ടി ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ, നീ വാ എന്റെ കൂടെ വാ. ഉണ്ണട്ടെ. ഇതെന്റെ ഭാര്യ, ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ. മാറിയടാ. ഇതെന്റെ ഭാര്യ, ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി. സിനിമയിലാ. ക്യാമറമാനാണ്. എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. അയ്യേ, നിങ്ങളുടെ കല്യാണമല്ലോ. അയ്യോ അയ്യോ. നമ്മളിൽ ആരാച്ചാ ഞാൻ? അത് കുളിച്ചതിന് ശേഷം കണ്ടുപിടിക്കാം ഉണ്ണി. ഷട്ടയിൽ പൊട്ടല്ലേ? ഉണ്ണി ഓർമ്മയുണ്ടോന്ന് നോക്ക്. ഇതാ നമ്മുടെ വീട്. ഇത് പൊളിക്കാൻ കുറെ സമയം എടുക്കും. എന്റെ ഈശോയെ. ആരാ? മാഷ്. മാഷ് നാഗപട്ടണം പോയിരിക്കുക. എടി ഇത് ജോനാടി മാഷ്. അപ്പൊ ഇതൊക്കെ ആരാ? ഇത് അച്ഛൻ. ഇത് ഭാസ്കരൻ, ഗുണ്ട ഭാസ്കരൻ. ഓ എനിക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇതാരാ? ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ. എന്റെ മോനെ. എന്റെ മോനെ. മോനെ. മോനെ ഇതാ നിന്റെ അമ്മ. അമ്മ അയ്യോ, എനിക്ക് മോനെ. അയ്യോ, എന്താ ഇത്? ദേവകമ്മേ, ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. അയ്യോ. ഓം അമരീ കമരീ ഭാര ഭ്രമരീ മുഖരീ കൃതം ദൂരിതേതു ദുരിതം ഗൗരീ ചരണ പങ്കജം. സ്വന്തം ഭാര്യയല്ലേ? പിന്നെ എന്നിട്ടാണോ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്തത്? അടുത്തു വരുന്നില്ല, കൂടെ കിടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്തോ കുഴപ്പമുണ്ടല്ലോ. അതൊന്നും പറയാതിരിക്കുന്നതാണ് സ്വാമി നല്ലത്. സൂക്ഷിക്കണം. ഭാര്യയെയോ? അല്ല, മരുന്ന് വളരെ സൂക്ഷിക്കണം. ഉദ്ദിഷ്ട വ്യക്തിക്കല്ലാതെ മറ്റാർക്കും കൊടുക്കരുത്. ആര് കഴിച്ചാലും ആഗ്രഹം നടന്നേ അടങ്ങൂ. കഴിച്ചയാളിന്റെ മുന്നിൽ അന്യരും ബന്ധുക്കളും പോകാതെ സൂക്ഷിക്കണം. ബന്ധം മറന്നുപോകും. എല്ലാം സ്വന്തമെന്നേ കരുതൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. അതൊക്കെ സൂക്ഷിച്ചോളാം. സംഭവം ഏൽക്കുമല്ലോ. എന്താ സംശയം? അച്ചട്ട. ഇതെങ്ങനെയാ കൊടുക്കേണ്ടത്? പാലിലോ പഴച്ചാറിലോ കൊടുക്കാം. പക്ഷേ കലക്കുമ്പോൾ സൂക്ഷിക്കണം. സുഭദ്രയെങ്ങാനും ഇങ്ങോട്ട് പരത്തോണ്ടോ നോക്കിയേ. കുട്ടിമാമൻ ധൈര്യമായിട്ട് ചെല്ലി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ നീ പുറത്തേക്ക് എനിക്ക്. ഞാൻ പുറത്തു നിന്നോ? പാലെടുത്ത് നേരെ മുമ്പിൽ വയ്ക്കുക. പൊതിയടിച്ച് 3 സ്പൂൺ പൊടി പാലിലിടുക. എന്നിട്ട് ഇടത് കൈ ഇടത് കാതിൽ പിടിച്ച് വലത്തെ കൈ കൊണ്ട് 3 പ്രാവശ്യം വലത്തോട്ട് കറക്കി തിരിച്ചൊരു പ്രാവശ്യം ഇടത്തോട്ട് കലക്കി നിർത്തുക. ഇളക്കിക്കഴിഞ്ഞാൽ വലത് കൈ കൂടെ വലത് കാതിൽ വെച്ച് പാലിരിക്കുന്നതിന് നേരെ
കുനിഞ്ഞ് നമസ്കരിക്കണം. എന്നിട്ട് പാലെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് 2 ചെവിയിലും പിടിച്ച് കുനിഞ്ഞ് പ്രാർത്ഥിക്കണം. അയ്യോ ചതിച്ചു. നിന്നോട് ആര് പറഞ്ഞു പാലെടുത്ത് കുടിക്കാൻ? എന്താ ഭാവം? ஒரு முறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா, என் மனம் நீ அறிந்தாயோ, திருமகள் துன்பம் தீர்த்தாயா, அன்புடன் கையணைத்தாயோ, உன் பெயர் நித்தமிங்கு அன்பே அன்பே நாதா, உன் பெயர் நித்தமிங்கு ஓதிய மங்கை என்று உனது மனம் உணர்ந்திருந்தும் எனது மனம் உன்னை தேட ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா. போம் போம் போம். ഒരു മുறை വന്ന് പാർത്തായാ. നിങ്ങളെ രണ്ടിനെ ഇന്ന് ഞാൻ അയ്യോ ഇതെന്താ? അയ്യോ അയ്യോ ഞാനല്ല കുട്ടിയാവലാണ്. അയ്യോ കുട്ടിയാവൻ കുട്ടിയാവൻ എന്നെ വിട. അയ്യോ പിടിക്കരുത് പിടിക്കരുത് എന്നെ പിടിക്കരുത് എന്നെ പിടിക്കരുത്. അയ്യോ കുട്ടിയാവൻ എന്നെ അടച്ചിട്ടോളൂ. അയ്യോ 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 അയ്യേ അയ്യേ. പൊയ്ക്കോ, ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. എന്തിനാ അമ്മായി? ഞാൻ എന്തിനാ പോണേ? എന്തിനാ എന്നെ പോകാൻ പറയുന്നേ? അതൊക്കെ അവളെ നമ്പരാ, മനസ്സിളകരുത്. പോട്ടെ പോട്ടെ. കൂടുതലൊന്നും പറയണ്ട, പൊയ്ക്കോ. ഇത് നല്ല കൂത്ത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഈ പെട്ടിയെടുത്തങ്ങ് എറിഞ്ഞൂടെ? കൊണ്ടുപോട്ടെ. എറി എറി. അയ്യോ എന്റെ പെട്ടി! അയ്യോ എന്റെ പെട്ടി! അയ്യോ, ഞാൻ കൊണ്ടുവന്ന നാരങ്ങ മുട്ടായി എല്ലാം വാങ്ങിച്ചു തിന്നിട്ട് ഇപ്പൊ എന്നെ ഇറക്കി വിടുന്നു. നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ. ഇവിടെയാണ് നമ്മുടെ ഇന്റർവെൽ. എന്തോ ഒരു ശബ്ദം. എവിടെ നിന്നാണത്? ഇന്റർവെല്ലായി. ഓ വളരെ സന്തോഷമായി. കുറച്ചു കാലത്തിന് ശേഷം നന്നായി ഒന്ന് ഉറങ്ങി. ദേ ഞാൻ മൂത്രമൊഴിക്കാൻ പോയിട്ട് തിരിച്ചു കേറില്ലട്ടാ. സെക്കൻഡ് ഹാഫ് എനിക്ക് കാണണ്ട. കളിയാക്കുകയാണോ? ഇതുപോലുള്ള കഥകളെടുത്ത് നിങ്ങളല്ലേ പ്രേക്ഷകരെ കളിയാക്കുന്നത്? എഴുതി കാണിപ്പ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഉറങ്ങി. ആരോ പറഞ്ഞ പോലെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ ഈ പടം കാണില്ല. വയറ്റിലുള്ള കോഴി വരെ കൂടില്ലേ? അനാവശ്യം പറഞ്ഞോളൂ. ഇതെന്താ അനാവശ്യം? ഈ പടം എങ്ങനെ റിലീസ് ചെയ്താൽ ഇറങ്ങുന്ന തിയേറ്ററിൽ പോയി നോക്ക്. അവിടെ കേൾക്കുന്ന അനാവശ്യമായിരിക്കുള്ള അനാവശ്യം. അപ്പൊ ഞാൻ പോകുന്നു. മക്കളെ പ്രിയ, ഈ മാതിരി ഈ ചാണാപ്പുളി കഥയായിട്ട് എന്നാൽ പ്രൊഡ്യൂസർമാരെ ആയിരിക്കും കിട്ടുക, വേറെ ചെറുതായിരിക്കും കിട്ടുക. അത് വാങ്ങിക്കാൻ റെഡി ആയിക്കോ. ആരാണ് ഈ റാസ്കൽ? ബ്ലഡി ഫൂൾ! ഇവന് സിനിമയെ കുറിച്ച് എന്ത് കിഴങ്ങാണ് അറിയാവുന്നത്? ഞാൻ ആരാണെന്ന് കരുതി? ആള് ഭയങ്കര പാവ സാറേ. ഉള്ളതുപോലെ പറയുന്ന പ്രകൃതമാ. ഈ കഥ കേട്ടിട്ട് നിനക്കെന്ത് തോന്നുന്നു? അല്ല സാറിന്റെ കഥയിലൊക്കെ കാര്യമുണ്ട്. പക്ഷേ സാറേ നമുക്കൊരു കഥ ഇഷ്ടപ്പെടുന്ന എപ്പോഴാ? ആ കഥ നമ്മുടെയും കൂടിയാണെന്നുള്ള തോന്നൽ വരുമ്പോഴല്ലയോ? ഇപ്പൊ തന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പുഴയുണ്ട്, തോനക്കാട് പുഴ. അതിനകത്ത് ഞങ്ങൾ കുടിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നു അത് ഞങ്ങളുടെ തന്നെ പുഴയാണ്. പക്ഷെ അത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുടിച്ചാൽ തോന്നൽ വരികയില്ല. നീ അകന്ന് നിൽക്കും എന്ന് പറഞ്ഞ പോലെ സാറിന്റെ കഥാനായകന്റെ ഒക്കെ കാര്യം അകന്ന് നിൽക്കുക. എങ്ങനെ അകന്ന് നിൽക്കുന്നു? എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ മരിക്കാൻ തീരുമാനിക്കുന്നു. അതിലെന്താണ് കുഴപ്പം? എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ ജീവിക്കാൻ അങ്ങ് തുടങ്ങുമ്പോഴല്ലേ സാറേ കേൾക്കുന്നവർക്ക് ഒരു സന്തോഷം ആവേശമൊക്കെ ഉണ്ടാവത്തുള്ളൂ. പിന്നെ സാറിന്റെ നായികയ്ക്ക് അവക്ക് നിരാശയാന്നേ. അവൾക്ക് ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ലേ? അവൾക്കും മരണം മാത്രമേ മുന്നിലുള്ളൂ. സാറിനോടൊക്കെ എന്നാ പറയണ്ടേ സാറേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറെ തുമ്പികളുണ്ട്.
4-5 ദിവസം മാത്രം ജീവിക്കുന്ന തുമ്പികൾ. സാറ് കേൾക്കുന്നുണ്ടോ? പറഞ്ഞു പറഞ്ഞു. ഓക്കെ. ഈ തുമ്പിയെ പിടിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പമ്മി പോകും. ഞങ്ങളുടെ കൈ ഇങ്ങനെ അടുത്തെത്തുമ്പോഴത്തേക്കും അത് പറഞ്ഞു. എന്നാ കാര്യം? അതിനെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഉള്ളിലേ. അതാ മനപ്രയാസം വന്നിട്ട് ഓരോരുത്തർ ചാകാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലോകം ഇല്ലാണ്ടാവുമല്ലോ. സാറേ, പ്രശ്നങ്ങൾ വന്നിട്ട് നിരാശപ്പെടാതെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു പെങ്കൊച്ചിനെ എനിക്കറിയാം. അപ്പുറത്ത് വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിയാണ്. അയ്യോ, ഹലോ, ഇപ്പൊ പറഞ്ഞത് 100 ആയുസാ. ഇതാ ഞാൻ പറഞ്ഞിരുന്ന വൈശാഖ സാർ. ഡയറക്ടർ. ആ, ഇവിടുത്തെ സാറിന്റെ മോളാ. രണ്ടുപേരും നല്ല ഫ്രണ്ട്സിനെ പോലെ. എനിക്കറിയാം, ഇവര് തന്നെ കാണാൻ വന്നിരുന്നു. തനിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ. ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ സിനിമ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അച്ചായ കൈവിട്ടാലും നമുക്കൊരു പ്രൊഡ്യൂസർ ആയില്ലേ? ഡയറക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട്. അറിയാം. സാറിന്റെ മോളെന്ത് ചെയ്യുന്നു? അവള് പഠിക്കുക. എന്തിനു പഠിക്കുന്നു? ആ കുട്ടി ഒന്ന് പറയട്ടെ, അച്ഛൻ എന്ത് ചെയ്യുന്നു? അവൾക്ക് വലിയ ഡയറക്ടേഴ്സിനോട് സംസാരിക്കാൻ പേടിയാ. അച്ഛൻ ബിസിനസ് ചെയ്യാ. അച്ഛൻ സിനിമയൊക്കെ കാണാറുണ്ടോ? ഇപ്പൊ ഏറ്റവും നല്ല ബിസിനസ് സിനിമ ബിസിനസ് ആണ്. പക്ഷേ നല്ല ഡയറക്ടേഴ്സ് ഇല്ലല്ലോ. പ്രിയ, ശരി. താൻ കാല് പിടിച്ചുകൊണ്ടാ ഞാൻ ഈ കഥയായിട്ട് ഇങ്ങോട്ട് വന്ന്. അവളുടെ ചിരിയും കളിയൊന്നും എനിക്കത്ര പിടിച്ചിട്ടില്ല. വേഷവും വർത്താനവും ഒന്നും ജോലിക്കാരുടെ ഒരു നിലയ്ക്കുമല്ല. പക്ഷേ മറ്റേ കുട്ടി, എന്താ എന്റെ പേര്? രേവതിയോ? ആ, നല്ല പേര്. അതിന്റെ വിനയം കണ്ടു, ആ എളിമ കണ്ടു. മീരയും പാവാ. ഞാനും മീരയൊക്കെ ഏതാണ്ട് ഒരു സ്വഭാവമാ. ഒരുപാടങ്ങ് സംസാരിക്കുന്നേ. പിന്നെ സാർ ആ രേവതിയോട് സിനിമാക്കാരി ഒന്നും പറയണ്ടായിരുന്നു. അതൊക്കെ മോശമല്ലേ സാറേ? ഞാൻ പറഞ്ഞില്ലയോ, പ്രൊഡ്യൂസറെ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാന്നേ. ആദ്യം ഞാൻ പറഞ്ഞ പ്രൊഡ്യൂസറിലെ അച്ചായൻ, അയാളോട് ഈ കഥയൊന്ന് പറഞ്ഞ് അയാളെ ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്ക്. അതൊക്കെ ആക്കാം. പക്ഷെ സാറിന്റെ കഥയിൽ ഞാൻ അല്പം മാറ്റങ്ങളൊക്കെ വരുത്തും കേട്ടോ. ഓ, കഥ റെഡി ആയിട്ടില്ലെന്നേ. ആ, തുടങ്ങണം. ആ, തട്ടിക്കൂട്ട് പരിപാടി മേലെ. പെണ്ണുമ്പിള്ളയുടെ ആഭരണം 2.5 കോടിയാ പോയത്. താൻ വേറെ വല്ലതും പറ. ആ, മധു, നീ എവിടാ? പുറത്താന്നോ? സാർ ഓർഡർ തന്നോ വേണ്ടേ? എന്റെ ബില്ലല്ലേ താൻ അടിച്ചോ. എന്ത് പറ്റി സാർ? ഇനി ഇവിടെ എന്നാ കൂടുതൽ വല്ലതും അച്ചായ നമസ്കാരം. ഞങ്ങള് വരുന്ന ന്യൂസ് കിട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? രാമേശ്വരത്ത് പോയാൽ ശനീശ്വരൻ കൂടെ വരുമെന്ന് കേട്ടിട്ടില്ലേ? എടാ മധുവേ, പോലീസിനെ വിളിക്കടാ. എനിക്കിവിടെ മനസ്സമാനോട് ജീവിക്കാൻ പറ്റുമെന്ന് അറിയണമല്ലോ. ഇതാണല്ലോ പ്രൊഡ്യൂസർ. ഞാൻ ആദ്യമായിട്ടൊരു പ്രൊഡ്യൂസറെ കാണുന്നു. ഞാൻ വിചാരിച്ചു പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ ഇതിപ്പോ നമ്മളൊക്കെ പോലെ അല്ലയോ? സംസാരിക്കണമെന്നറിയോ? ആണ് താനെത്ര ചൂടാവുന്നത്? പ്രിയനോട് കളിക്കരുത് കേട്ടോ. ഇയാളെത്ര ചൂടാവുന്നത്? ഇത് സാറിന്റെ അർത്ഥം അല്ലയോ? ആ, എല്ലാ എർത്തുകളും ഇങ്ങനെ. ഏമാനക്കാരും വലിയ പുള്ളികളാന്നാ വിചാരം. ഏമാൻ എന്തെങ്കിലും സംഭവിച്ചു ഞാൻ ആദ്യം വലിയ നീ എർത്തായിരിക്കും കേട്ടോ. എന്റെ കഞ്ഞി പാറ്റിയിട്ടത് മിണ്ടായിരിക്കും. സാറേ ക്ഷമിക്കണം കേട്ടോ. എല്ലാവരും മുന്നേ വെച്ച് ഇയാൾ എന്നെ കൊച്ചാക്കിയപ്പോ സാർ നിൽക്കുന്നത് നോക്കാതെ ക്ഷമിക്കണം കേട്ടോ സാറേ. ആരാ ഇയാള്? എനിക്ക് വേണ്ടി കഥ പറയാൻ വന്നാളാ. അതിപ്പോ ഞങ്ങള് ഒരു കഥ കേൾക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ല, നമുക്ക് കേട്ടേക്കല്ലേ? പറയാൻ പോകുന്ന ഈ കഥയുടെ ആശയം ഒറ്റ വാക്കി പറയാവോ? വിജനമായ പാതയിലൂടെ ഒരു ഏകാന്ത പതികൻ വെയിലത്ത് വരുന്നു എന്ന മട്ടിലാണെങ്കിൽ അതിന് സമയം കളയണമെന്നില്ല. സാറേ, കഥ പറയാനെന്ന് എനിക്കറിയില്ല. എന്നാലും ഒറ്റ വാക്കി പറഞ്ഞ ജയിക്കാൻ തീരുമാനിച്ചവനെ തോപ്പിക്കാൻ പറ്റുകയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തതാ. ഈ കഥ ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? നമുക്ക് നായകന്റെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം അല്ലയോ? നമുക്ക് കുഞ്ഞുനാളിലെ അമ്മമാര് കഥയൊക്കെ പറഞ്ഞു തരത്തില്ലയോ? ഒരു രാജാവ് 3 മക്കള്. അവരുടെ ബാല്യമൊക്കെ കേൾക്കാൻ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. അപ്പോ നായകന്റെ ചെറുപ്പത്തിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. അങ്ങനെ ഒരു തുടക്കം നന്നായേക്കും. പിന്നീട് ശക്തനാകുന്ന ഒരാളുടെ ബാല്യമാണ് സാറേ. അതൊരല്പം ദുഃഖത്തിലൂടെയൊക്കെ അങ്ങ് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതങ്ങ് ഇഷ്ടമാവും. അതാണല്ലോ അതിന്റെ. കഷ്ടപ്പെട്ട് വലുതാകുമ്പോഴാണ് യഥാർത്ഥ കരുത്ത് കിട്ടുന്നത്. നായകന്റെ പേര് നമുക്ക് നന്ദു എന്ന് വിളിക്കാം സാറേ. അവന്റെ ചെറുപ്പത്തിലെ തന്നെ അമ്മ മരിച്ചുപോയി.
പിന്നെ അവന്റെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അവന്റെ അച്ഛൻ തന്നെയായിരുന്നു. ചെറുപ്പം കൊടും ദാരിദ്ര്യത്തിലായിരുന്നു. ഒരു തടിമില്ല അവന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്നത്. തടിമില്ലിന്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെയാ നന്ദു പഠിച്ചിരുന്നതേ. അപ്പൊ ഉച്ചയൂണാകുമ്പോഴത്തേക്കും നന്ദു അച്ഛൻ്റെ അടുത്തേക്ക് വരും. അച്ഛനാ ചോറൊക്കെ കൊടുത്തിരുന്നതേ. ഒരുപാട് തമാശയൊക്കെ പറയും, പക്ഷെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയല്ല. അച്ഛൻ മാറിയിരുന്ന് കഴിക്കത്തുള്ളൂ. ഒരു ദിവസം നന്ദു ഉച്ചയൂണ് സമയത്ത് ഇവിടെ വന്നായിരുന്നു. അപ്പോ ചോറുപാത്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ എത്തിപ്പെട്ടു. അവന്റെ കൈ തട്ടി അറിയാതെ ഒരു ദിവസം ചോറുപാത്രം താഴേക്ക് വീണു. ആ സമയത്താ അവന് മനസ്സിലായത് അച്ഛന്റെ പാത്രം കാലിയായിരുന്നു. അപ്പോഴവൻ തിരിച്ചറിഞ്ഞതേ അച്ഛൻ പട്ടിണി കിടന്ന അവൻ ഇത്ര നാൾ ഊട്ടിയിരുന്നെന്ന്. അവിടുന്ന് സിനിമ തുടങ്ങുമ്പോ സാറിന്റെയും ഈ സാറിന്റെ ഒക്കെ പേരെഴുതി കാണിക്കുന്നത്. ഇവിടെ സിനിമയുടെ ടൈറ്റിൽ തുടങ്ങും. അച്ഛായ ഈ പോയിന്റിൽ നമ്മുടെ ടൈറ്റിൽ ആരംഭിക്കും. തുടക്കം എങ്ങനെയുണ്ട്? ഓഡിയൻസിന്റെ മനസ്സൊന്ന് വൈബ്രേറ്റ് ചെയ്യും. വൈശാഖൻ സാറിന് തന്നെ കേട്ടോ കഥ. ഞാനൊന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയെന്നുള്ളൂ. ഈ ഭാഗം നമുക്ക് ഫ്രാൻസിൽ ഷൂട്ട് ചെയ്യാം. ഞാൻ ഫ്രാൻസ് കണ്ടിട്ടില്ല. ഞാൻ കണ്ടതാ. ഇങ്ങനെയൊക്കെ ഒരു പട്ടിണി ഉണ്ടോ? അതൊക്കെ എക്സാജറേഷൻ ആയി പോകത്തില്ലയോ? അയ്യോ അച്ചായൻ സാറേ, സാർ എന്റെ കൂടെ വന്ന 3 നേരം പട്ടിണി കിടക്കുന്നവരെ ഞാൻ കാണിച്ചു തരാം. നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ അവസ്ഥയിൽ നിന്ന് ചിന്തിക്കത്തുള്ളൂ. അതാ കുഴപ്പം. പക്ഷേ ഒരു കാര്യം, സംഗതി ഉഗ്രന 100 ദിവസം ഓടും. ത്രെഡ് അച്ഛൻ ഇഷ്ടപ്പെട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്ക് അതെ അതെ ഒക്കെ ഞാൻ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഇന്റർവെൽ വരെ പറയാം. ഈ കഥ നിങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യും എന്ന് നോക്കാം. ശരി അച്ഛാ. കഥ പറഞ്ഞ് കൊളമാക്കിയായിരുന്നു. കലക്കി മോനെ. നേരെ ഹോട്ടൽ പാരഡൈസിലേക്ക് വിട്. ഇന്ന് എന്റെ വക ചെലവാണ് പ്രിയ. അയ്യോ സാറേ, ഞാനില്ല. ഇതിലിങ്ങോട്ട് വന്നപ്പോ തന്നെ ഇതിനകത്തുള്ള തണുപ്പ് കാരണം എനിക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ നടന്നങ്ങ് പൊക്കോളഞ്ഞ പിന്നെ ബാക്കിയുള്ള കഥ അങ്ങ് ആലോചിക്കാമല്ലോ. എന്നാ പിന്നെ ഞാൻ നടക്കാം. സാറേ, സാറ് വെയിൽ കൊള്ളാനൊന്നും പോകരുത്. AC അടിച്ചില്ലെങ്കിൽ ജലദോഷം വരുന്ന ശരീരപ്രകൃതമാണ് സാറിന്റെ. മാത്രമല്ല വെയിൽ ടൈറ്റിലിന് ശേഷം നമുക്ക് നന്ദുവിന്റെ 2ാം ഘട്ടത്തിൽ തുടങ്ങാം അല്ലേ? ഈശ്വര, ഞാൻ കാണുന്നത് സത്യം തന്നെയാണോ? വൈശാഖ സാർ ജീവിതത്തിൽ ആദ്യമായി നടന്നു പോകുന്നു. ഇനി എന്തൊക്കെ അസുഖങ്ങൾ വരുമോ? ഒരു കണക്കിന് നോക്കിയ നീ ചാണകക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഞാൻ ഇവിടുന്ന് ചാടി രക്ഷപ്പെട്ടേനെ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഇന്നാള് പത്രത്തിൽ കല്യാണ പരസ്യം തപ്പുന്നതിനിടയ്ക്ക് ഒരു പരസ്യം കണ്ടു. ധനികനായ ഒരു മധ്യവയസ്കന് സഹായി ആവശ്യമുണ്ടെന്നും പറഞ്ഞു. ചുമ്മാതൊരു കത്ത് ഞാനും അങ്ങ് അയച്ചു. വരുവാന്നേൽ നല്ലൊരു ജോലി ഒപ്പിച്ച് തരുമെന്നും ചോദിച്ചോണ്ട് ചെല്ലാൻ മറുപടി വരെയും ചെയ്തു. വേണ്ട, അയാളുടെ കത്ത ഒരു ഗണപതി അയ്യാർ. കൈയിരുന്നോട്ടെ, ആളെ കണ്ടുപിടിച്ച തോട്ടപ്പണിയെങ്കിലും കിട്ടിയെങ്കിലോ. നീ ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് പിന്നെ കരച്ചിൽ വരും. പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കണം. ഇത് തട്ടിയെടുക്കാൻ വേണ്ടിട്ട് കുറെ പേര് എന്റെ പിന്നാലെ വരുന്നുണ്ട്. പ്ലീസ് ഒരു മിനിറ്റ് വെച്ചാൽ മതി. പിടിച്ചു പറിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്ന് വാങ്ങിച്ചോളാം. ഓക്കെ? കൊച്ചേ, നീ? ഞാൻ തന്നെ സാറേ. ഇവിടെ ജീവിക്കണമെങ്കിലേ ഒരിത്തിരി വേഷം കെട്ടിലൊക്കെ വേണം. ഓട്ടോ പോട്ടെ. ബൈ. See you. പറ്റിച്ചു കളഞ്ഞല്ല കള്ളി. നഗരമാ, സൂക്ഷിക്കണം. ഇത് വീടൊന്നുമല്ല, കൊട്ടാരം.
ആരാ? ഞാനോ? ആ, ഇവിടുത്തെ സാറ് കത്തയച്ചിട്ട് വന്നതാ. നമസ്കാരം. കത്തവിടെ? കത്തായിരുന്നു. പോയോ? വരാൻ പറഞ്ഞ് കത്തയച്ചിരുന്നു. എന്താ പേര്? ഉൽപ്പലാക്ഷ മാർക്കണ്ഡേയൻ. പാലക്കാട് അല്ലേ? അതെ. ഏതുവരെ പഠിച്ചു? 5ാം ക്ലാസ്. ആഹാ. വലിയ പഠിപ്പിനൊക്കെ പോയാ ഭയങ്കര പ്രശ്ന. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിന്നാ മതിയെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ എന്ന് പറയുമ്പോ വളർത്തച്ഛൻ. ഓ, എന്തൊക്കെ പണി അറിയാം? ഇന്നതൊന്നുമില്ല, എന്തും ചെയ്യും. എനിക്ക് വേണ്ടത് ഓൾ ഇൻ ഓൾ ആയിട്ട് ഒരാളെയാ. അത്യാവശ്യം ബാങ്കിൽ പോക്ക്, എന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. സമ്മതാണോ? സമ്മത. ആഹാരം സമയാസമയങ്ങളിൽ ഹോട്ടലുകാർ ഇവിടെ എത്തിക്കും. വെജിറ്റേറിയൻ മാത്രമേ ഉണ്ടാവൂ. മത്സ്യമാംസാദികൾ ഇതിനകത്ത് കയറ്റാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമാണ്. രാവിലെ ഒരു സ്ത്രീ വന്ന് വീട് മുഴുവൻ വൃത്തിയാക്കും. പിന്നെ ഒരു വിസിറ്റർ എന്ന് പറയാൻ ഡോക്ടർ കോശി, അയാൾ എന്റെ പേഴ്സണൽ ഡോക്ടറാണ്. അത്രേ ഉള്ളൂ. അല്ല, എന്താ പേര് പറഞ്ഞേ? മാർക്കണ്ഡേയൻ. നിങ്ങൾ എന്താ ശമ്പളം പ്രതീക്ഷിക്കുന്നേ? ഒരു മാസം 15 രൂപയായാലോ? എടോ, 15,000 രൂപ. തുടക്കത്തിൽ അത്രേ തരാൻ പറ്റുള്ളൂ. പിന്നെ തന്റെ പെർഫോമൻസ് കണ്ടിട്ട് എന്താന്നാ വെച്ചാ കൂട്ടി തരാം. മതി. ഓൾ റൈറ്റ്. കിടപ്പ് ഉറക്കമൊക്കെ മോളത്തെ മുറിയില്. AC കേടായി കിടക്കുക. 2 ദിവസത്തിനോട് നന്നാക്കി തരാം. പിന്നെ AC ശരിയായി വന്നാൽ ജനലിന്റെ കുറ്റി ഒന്നും ഇടാൻ മറക്കരുത്. അതെനിക്കറിയാം. AC ഇട്ട് വാതിലും ജനലും തുറന്നിട്ടാ തണുത്ത് വിറങ്ങല് ചാള് പടിയായി പോവും. അതെനിക്കറിയാം. ഉള്ള സൗകര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോണോ. എന്താ പിന്നെ ഇപ്പൊ തന്നെ ചാർജ് എടുത്തു. എടോ, ഇപ്പൊ തന്നെ പണി തുടങ്ങിക്കോളാൻ. ഉൽപ്പലാക്ഷ, ദേ ആ ഷെൽഫിന്ന് ആ പച്ച കുപ്പിയും 2 ഗ്ലാസും ഇങ്ങെടുത്തു. അത് തന്നെയാട്ടെ ആദ്യത്തെ പണി. ചെല ആ പച്ചക്കുപ്പി ആ താഴെ ഇരിക്കണത്. ഇരിക്കടോ. ഞാനിവിടെ നിന്നോളാം. എടോ, ഇരിക്കാൻ. വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണോ? എടോ, ഞാൻ വെള്ളം ഒഴിക്കാറില്ല. തനിക്ക് വെള്ളം ഒഴിക്കണോന്ന്. ഞാൻ കഴിക്കാറില്ല. കഴിക്കാറില്ലെന്നോ? കൊള്ളാലോ. എന്നാ പിന്നെ ഇന്നായിക്കോട്ടെ തുടക്കം. ഇനി കുറെ കാലം നമ്മൾ ഒരുമിച്ച് ജീവിക്കാനുള്ളൂ അല്ലേ? അതിന്റെ സന്തോഷത്തിന്. എന്നാ പിടി. എടാ, പിടിക്കാൻ. ചിയേഴ്സ്. ചിയേഴ്സ്. ഞാൻ ഒരു കത്തലുണ്ടല്ലേ? അതേട്ടാ, വീണുപോയ സാറെന്നെ വൈകടിയരുത്. എന്തോന്ന്? കൈവെടിയരുത്. എവിടെങ്കിലും എടുത്തു പിടിച്ച് കിടത്തിയേക്കണം. ഒന്നും സംഭവിക്കില്ലടോ. ഇത് വിദേശിയാ. ആണോ? എന്നാ ഇങ്ങത്താ. എന്നാ പിടിപ്പിച്ചോ. കത്തി അങ്ങ് കയറട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? വിദേശി അടിപൊളിയാ. അതാണ് ഇവന്റെ ഒരു മെച്ചം. മൊത്തത്തിൽ ഒരു ഉന്മേഷ. ടെൻഷൻ എല്ലാം അങ്ങ് പോവും. മനസ്സിലുള്ളതെല്ലാം പുറത്തേക്ക് വരും. എന്താ ശരിയല്ലേ? ഉള്ളത് മനസ്സിനുള്ളിൽ എന്തൊക്കെയോ പുറത്തേക്ക് വരുന്നത് പോലെ. അതിന് വാള് വെക്കാനാണോ? ഏയ്, തൊട്ട് വെക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഉണ്ടല്ലോ. എന്തോന്ന്? എന്റെ കയ്യിലുണ്ട്. പൽപ്പൊടി. ഒരു പുകച്ചിൽ കിട്ടും. ലേശേ ഉള്ളു. സാർ തൊട്ടോ, ഞാൻ വേറെ വാങ്ങിച്ചോളാം. എനിക്കൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. സാറിന്റെ കപ്പാസിറ്റി എങ്ങനെ? ചെറിയ ഒരു ഫിറ്റ് ഉണ്ട് ഗണപതി സാറിന്. സാരമില്ല, ഞാൻ ഒരെണ്ണം കൂടി തരാം. അതുകൊണ്ടങ്ങ് കിണ്ടി ആക്കിക്കൊള്ളണം. പിന്നെ ഒരു തുള്ളി ഞാൻ തരത്തില്ല. വലിച്ചു, ഒറ്റ വലിക്കങ്ങ് വലിച്ചു. എനിക്ക് അതിശയ, ഒറ്റയ്ക്ക് ഇത്രയും വലിയ ഭാർഗവി നിലയം പോലത്തെ കൊട്ടാരത്തിൽ പേടിയാവില്ലേ സാറിന്? എന്നാ ഇനി പേടിക്കണ്ട, ഞാനുണ്ട്. മാടനും മറുതെ യക്ഷിയൊന്നും എന്നോട് കളിക്കത്തില്ല. എന്നോട് കളി. എന്റെ പൊന്ന് സാറേ,
സാറിന്റെ കൂടെ ഇവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞ എനിക്ക് സ്വപ്നം കാണുന്ന പോലെ ഉണ്ട്. സ്വപ്നല്ല, ഇത് യാഥാർത്ഥ്യം. മാർക്കണ്ടേയനോ? അവനൊക്കെ ചാണകക്കുഴിയില്ലല്ലേ? അവന് സാറിന് അറിയോ? സാറിനെ ഞാൻ പറ്റിച്ച്. ഒരു സത്യം പറയട്ടെ, ഒരു കള്ളം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പലാക്ഷ മാർക്കണ്ടേയൻ ഞാനല്ല, സാറിന് ഞാൻ പറ്റിച്ചതാ. ഞാൻ കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, മറ്റവന്റെ ചെങ്ങാതിയാ. അവനാ സാറിന് കത്തയച്ചത്. ഞാൻ ആൾമാറാട്ടം നടത്തി വന്നതാ. ലോകത്താദ്യമായിട്ടൊരാളെ പറ്റിച്ചത് ഞാൻ സാറിനെ. എന്ന് വെച്ച് സാറ് വിഷമിക്കണ്ട. സാറിന്റെ കാര്യം ഞാനേറ്റ്, സാറിന്റെ കാര്യം ഞാനേറ്റ്. ഒരെണ്ണം കൂടി ഒഴിക്കാനാണോ? എഴുതേക്കണ. ഓ, കാല് കുഴയുന്നുണ്ടോന്നറിയാനാ. നോക്ക്, ശരിയല്ലേ? എടാ ഇറങ്ങിപ്പോൻ. കളിത്തോക്ക് കാണിച്ച് തമാസാക്കല്ലേ? താൻ എന്തോന്നാണോ കരുതിയേ? കാലിന് സുഖമില്ലാത്ത ഒറ്റത്തടിയനായ എന്നെ കബളിപ്പിച്ചെന്റെ സ്വത്തെല്ലാം തട്ടിയെടുക്കാമെന്നോ? ഇടാ, നിന്നെ പോലെയുള്ള തെമ്മാടികളെ ഫ്രോഡുകളെയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. 5 ചില്ലിക്കാശിന് വേണ്ടി കൊല ചെയ്യാൻ മടിക്കാത്ത മൃഗങ്ങൾ. അവർക്ക് വേണ്ടിയിട്ടാടാ ഞാനിത് കരുതിയിരിക്കുന്നത്. Now you get lost. എടാ ഇറങ്ങി പോകാം. ഔട്ട്. ഒന്ന് നിന്നേ. 137ാമത്തെ ആളാ താൻ. ഔട്ട്. ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് നോക്കട്ടെ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ. അല്ല മിടുക്കി. വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി, പകൽ. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന്. എന്നാ തുടങ്ങിക്കോ. ഒന്ന് നിർത്തുവോ? എഴുന്നേറ്റിരിക്കണ അവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊറിയുന്നല്ലത്. മാഷേ, ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്ത. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോണോ. എടാ മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല, എന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ.